ഈ സത്സംഗമൊക്കെ നമ്മളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാ. മനസ്സിലായില്ലേ? നമ്മൾ യാത്ര ചെയ്യുക തന്നെ വേണം നൃത്തം. പുസ്തകം വേറെ കാണാതെ പഠിച്ചുകൊണ്ട് ബൗദ്ധികമായ അറിവ് നേടിയോണ്ട് കാര്യമില്ല ഉദ്ധവരെ. പിന്നെന്ത് ചെയ്യണം? അത് ഇപ്രകാരം മനഃശുദ്ധികരമായ മനസ്സ് ശുദ്ധമാവും പ്രകാരം ഈ ലോകത്തിൽ ജീവിതം നയിക്കണം. ദേഹം പരാധീനമായി എഴുന്നേൽക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം, നടക്കണമെങ്കിൽ ആളുടെ സഹായം വേണം, ബാത്റൂമിൽ പോകണമെങ്കിൽ വേണം, കുളിപ്പിക്കണമെങ്കിൽ വേണം, എല്ലാത്തിനും വേണം. സുഖദുഃഖം ദുഃഖം ഇതൊരു ഭാരമായി പിന്നെ അല്ലേ ശരീരം. അവനവന് തന്നെ അസൽ പ്രജാംജ മക്കളുണ്ടാവണം എന്ന് വിചാരിച്ചു മക്കളുണ്ടായി, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകണ പിള്ളേരാ, കുരുത്തം കെട്ട പിള്ളേരായി, ദുഷ്ടപുത്രന്മാരായി. സുഖദുഃഖം എന്താ ഉണ്ടാവുക? ദുഃഖം. അസത് പ്രജാംജ വിത്തന്തു അതീർത്ഥീകൃതം. പണമൊക്കെ ഉണ്ടാക്കി, പണം ഉണ്ടായി, പക്ഷെ ആ പണം ഒരു സൽക്കർമ്മം ചെയ്യില്ലേള്, അതിന് ഉപയോഗിക്കില്ല. അർത്ഥ കൈക്ക് ഉപ്പ് തേക്കില്ല, പാവങ്ങൾക്ക് കൊടുക്കില്ല, ദാനം ചെയ്യില്ല, ധാർമ്മിക കാര്യങ്ങൾക്ക് കൊടുക്കില്ല. അയാളുടെ സമ്പത്ത് അയാൾക്ക് സുഖം കൊടുക്കുമോ ദുഃഖം കൊടുക്കുമോ? ദുഃഖം.